പ്രിയമുള്ളവരെ, സർക്കാർ അനുകൂല വാർത്തകൾ കൊടുക്കുന്ന കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്ക് സർക്കാർ അനുവദിച്ച ഫണ്ടിനെക്കുറിച്ച് ഇന്ന് ചില ദൃശ്യമാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ തിരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ പ്രകീർത്തനങ്ങളാൽ മുഖരിതമായിരുന്ന മാധ്യമങ്ങൾക്കൊക്കെയും ഒരു ഫണ്ടിങ് കിട്ടിയിട്ടുണ്ടെന്ന്. കാരണം കേരളത്തിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം വിശകലനം ചെയ്യുന്ന, സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന ഏതൊരാൾക്കും അറിയാം, ഒരു എഡ്ജ് യു ഡി എഫിനുണ്ട്. വലിയൊരു എഡ്ജല്ല, ഒരു നേരിയ മാർജിൻ, മുൻതൂക്കമുണ്ട്. ഒരു 80-90 സീറ്റൊക്കെ നേടേണ്ട ഒരു മുൻതൂക്കമുണ്ട്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ഫണ്ടിങ്ങിൻ്റെ ഫലമായിട്ട് എൽ ഡി എഫിന് അനുകൂലമായ ഒരു ജനവികാരം ഉണ്ട് എന്ന രീതിയിൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു. എന്തായാലും ഇന്ന് ചില മാധ്യമങ്ങൾ ആ, സംസ്ഥാന സർക്കാരിന് അനുകൂലമായി വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്ക് നൽകുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മളൊരു കാര്യം വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമ്പോൾ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ മികവ് കൊണ്ട് ഒരുപക്ഷെ കുത്തകയായിരുന്ന എൽ ഡി എഫ് കുത്തകയായിരുന്ന ചില മണ്ഡലങ്ങൾ പിടിച്ചെടുക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചില അപക്വമായ തീരുമാനങ്ങൾ കൊണ്ട് യു ഡി എഫിന് ചില മണ്ഡലങ്ങൾ നഷ്ടപ്പെടുവാനും അല്ലെങ്കിൽ പിടിച്ചെടുക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന ചില മണ്ഡലങ്ങൾ നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. നമ്മൾ അങ്ങനെ ചില മണ്ഡലങ്ങൾ വിലയിരുത്തുമ്പോൾ 20,000 വോട്ടുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം സച്ചിൻ ദേവ് ധർമ്മജൻ ബോൾഗാട്ടിയെ പരാജയപ്പെടുത്തിയ മണ്ഡലം ബാലുശ്ശേരിയിൽ, അവിടെ ഒരുപക്ഷെ ഇപ്രാവശ്യം വി ഡി സുരജ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ നേതാവ് വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആലപ്പുഴയിൽ പി ചിത്തരഞ്ജൻ കഴിഞ്ഞ പ്രാവശ്യം 10,000 വോട്ടുകൾക്ക് ഡോക്ടർ KS മനോജിനെ പരാജയപ്പെടുത്തിയ മണ്ഡലം, അവിടെ AD തോമസ് മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വരുന്ന KSUവിൻ്റെ വളരെ ചെറുപ്പക്കാരനായ, ഈ അടുത്ത സമയത്ത് പിണറായി വിജയനെ വഴിയിൽ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഫലമായി ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയ AT തോമസിനെ പോലെയുള്ള ആളുകളുടെയൊക്കെ സ്ഥാനാർത്ഥി നിർണയം കൊണ്ട്, ആലപ്പുഴയും വി ഡി സൂരജിൻ്റെയൊക്കെ സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് ഒരുപക്ഷെ ബാലുശ്ശേരിയുമൊക്കെ യു ഡി എഫ് പിടിച്ചെടുക്കുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിശകലനം വരികയാണ്. അതുപോലെ ഫാത്തിമ തഹ്ലിയയുടെ ഒരു സാന്നിധ്യം കൊണ്ട് TP രാമകൃഷ്ണൻ മത്സരിക്കുന്ന ആ മണ്ഡലവും ഒരിക്കൽ ഒരുപക്ഷെ അത് മുസ്ലിം ലീഗിലൂടെ യു ഡി എഫ് പിടിച്ചെടുത്തേക്കാം എന്ന വിശകലനം വരുന്നുണ്ട്. പട്ടാമ്പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് സ്ഥാനാർത്ഥി നിർണയം ഒരുപക്ഷെ നെഗറ്റീവ് എഫക്റ്റായി മാറ്റിയേക്കാം. കാരണം കഴിഞ്ഞ 5 വർഷമായ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് സാമൂഹിക കാര്യങ്ങളിലും അതുപോലെ ഉള്ള പ്രവർത്തനങ്ങളുമൊക്കെ ഏർപ്പെടുന്ന റിയാസ് മുക്കോളിക്ക് ആ സീറ്റ് നിഷേധിച്ചത് കൊണ്ട് ഒരുപക്ഷെ അവിടെ വിപരീതമായൊരു ഫലമുണ്ടായേക്കാം. മുഹമ്മദ് മുഹസിൻ 3-ാം പ്രാവശ്യം മത്സരത്തിറങ്ങുന്ന CPI നേതാവിനെ പരാജയപ്പെടുത്താനുള്ള ഒരു അവസരം ചിലപ്പോൾ അവിടെ യു ഡി എഫിന് ഇല്ലാതായേക്കാം. 3-ാമത്തെ പ്രാവശ്യം ഒരുപക്ഷെ മുഹമ്മദ് മുഹസിൻ വിജയിച്ചേക്കാം എന്ന ചില നിഗമനങ്ങൾ ആ മണ്ഡലത്തിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ അടൂർ പ്രകാശ് അവകാശവാദം ഉന്നയിച്ചിരുന്ന കോന്നി, അത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനീഷ് കുമാർ എന്ന് പറയുന്ന CPMൻ്റെ ജനകീയനായ MLA പരാജയപ്പെടുത്തുവാൻ ഒരുപക്ഷെ അടൂർ പ്രകാശിന് മാത്രമേ കഴിയുള്ളായിരുന്നു. പക്ഷേ AICCയുടെ തീരുമാനമനുസരിച്ച് നിലവിലുള്ള ഒരു MPമാർക്കും സീറ്റ് കൊടുക്കണ്ട എന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ CPM നിലനിർത്തുവാനാണ് സാഹചര്യം. ഒരുപക്ഷെ അടൂർ പ്രകാശിന് സീറ്റ് കൊടുത്താൽ ആ സീറ്റിൽ അദ്ദേഹം അടൂർ പ്രകാശ് വിജയിക്കുമെങ്കിലും അത് സംസ്ഥാന വ്യാപകമായ ചിലപ്പോൾ യു ഡി എഫിന് വിരുദ്ധമായ ഒരു വികാരം ഉണ്ടാക്കിയേക്കനെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ അംഗമായിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് ലോക്സഭാ അംഗമായിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് ലോക്സഭാ അംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ചത് യു ഡി എഫിന് ഒരു തിരിച്ചടിയായി എന്നൊരു വിലയിരുത്തൽ ഇലക്ഷൻ ശേഷം യു ഡി എഫ് നടത്തിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാനായിരിക്കാം എന്തായാലും ഇപ്പോൾ സീറ്റ് അടൂർ പ്രകാശിനും K സുധാകരനും ഒക്കെ നിഷേധിച്ചത് എന്ന ഒരു വാസ്തവം കൂടിയുണ്ട്. CPMനെ സംബന്ധിച്ച് അവരുടെ സ്ഥാനാർത്ഥി നിർണയം അപക്വമായി നടത്തുന്നത് കൊണ്ട് ഒരുപക്ഷെ തിരുവനന്തപുരം സെൻട്രൽ അവർക്ക് സാധ്യത ഉണ്ടായിരുന്ന, കഴിഞ്ഞ പ്രാവശ്യം ആന്റണി രാജു മത്സരിച്ച് വിജയിച്ച തിരുവനന്തപുരം സെൻട്രൽ സുധീർ കരമന എന്ന് പറയുന്ന സിനിമാ താരത്തെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അവിടെ ആ മണ്ഡലം നഷ്ടപ്പെടുവാനാണ് സാധ്യത. അവിടെ CMBയുടെ CP ജോണാണ് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും മറ്റുമൊക്കെ വെച്ച് തിരുവനന്തപുരത്തുകാർക്ക് പൊതുവെ അങ്ങനെ ഒരു സ്വഭാവമുള്ളത്, വിദ്യാഭ്യാസ യോഗ്യതയും അല്ലെങ്കിൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിന് ചെയ്യുന്നുള്ള കാര്യങ്ങളുമൊക്കെ പരിഗണിച്ച് അങ്ങനെയുള്ള ആളുകളെ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. CP ജോൺ ധനകാര്യമന്ത്രിയാകും എന്ന് ഏകദേശം ഉറപ്പുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ. അതുകൊണ്ട് CP ജോണിന് ആ മണ്ഡലം അടുത്ത മത്സരമൊന്നുമില്ലാതെ ലഭിക്കും, സുധീർ കരമനെ പരാജയപ്പെടുത്തുവാൻ കഴിയും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുപോലെ തൃക്കരിപ്പൂരും സന്ദീപ് വാര്യരുടെ ഒരു സ്ഥാനാർത്ഥി മികവിൻ്റെ അടിസ്ഥാനത്തിൽ
നേരത്തെ പറഞ്ഞതുപോലെ പേരാമ്പ്ര ഫാത്തിമ തഹ്ലിയെ പിടിച്ചെടുക്കുന്നത് പോലെ ഒരുപക്ഷെ പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞേക്കാം എന്ന ചില നിഗമനങ്ങൾ തന്നെയാണ് വരുന്നത്. അതുപോലെ വാമനപുരം മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലെ അവിടെ സുധീർ ഷാ പാലോട് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ മികവിൽ ഇതുവരെയും കോൺഗ്രസ് വിജയിച്ചിട്ടില്ലാത്ത മണ്ഡലം ഒരുപക്ഷെ എന്നല്ല ഏകദേശം ഒരു 60-70% യു ഡി എഫിന് അനുകൂലമായി തന്നെ തിരിയുന്നു എന്ന റിപ്പോർട്ടുകൾ വരികയാണ്. കാരണം വാമനപുരത്ത് നിന്ന് സുധീർ ഷാ പാലോട് വാമനപുരം മണ്ഡലത്തിനകത്തു വരുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് ഏകദേശം 6000-ൽ പരം വോട്ടുകൾക്കാണ് വിജയിച്ചത്. എന്തായാലും MS നസൂർ എന്ന് പറയുന്ന മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധീർ ഷാ പാലോട് SDP സ്ഥാനാർത്ഥിയാണെന്നൊക്കെ ആരോപണം ഉന്നയിച്ച് അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയെങ്കിലും അതൊക്കെയും ഈ കോൺഗ്രസിൽ സീറ്റ് കിട്ടാത്ത ചില ആളുകൾ MS നസൂറിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നാണ് വ്യക്തം. എങ്കിലും നിലവിലുള്ള സാഹചര്യങ്ങളിൽ സുധീർ ഷാ പാലോടിന് തന്നെയാണ് സാഹചര്യങ്ങൾ. അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ പൊതുവായ ഒരു അവലോകനം നടത്തുകയാണെങ്കിൽ കാമരാജ് കോൺഗ്രസ് BJP പിന്തുണച്ചിരുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖർ നയിക്കുന്ന ആ പ്രസ്ഥാനം അവരിപ്പോൾ BJPയുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേമം, അരുവിക്കര, പാറശാല, കാട്ടാക്കട ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് അനുകൂലമായി നാടാർ വോട്ടുകൾ വികേന്ദ്രീകരിക്കപ്പെടുവാനുള്ള സാധ്യതകളുമുണ്ട്. മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലെ ചില അടിയൊഴുക്കൾ, അതായത് BDJs മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ വോട്ടുകൾ ഇടതുമുന്നണിയിലേക്ക് മറിയുവാനുള്ള സാധ്യത, അതുമായി ബന്ധപ്പെട്ട് ചില BJP നേതാക്കന്മാരുടെയൊക്കെ പ്രസ്താവനകൾ ഇന്ന് അവരുടെ സംസാരമൊക്കെ ലീക്കായി വന്നത് ഒക്കെയും നോക്കുകയാണെങ്കിൽ അവിടെ BJPയുടെ വോട്ട്, അതായത് ശബരിമല പ്രശ്നത്തിലൊക്കെ വിവാദവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാരിനോട് അമർഷമുള്ള BJP പ്രവർത്തകർ, അതായത് ഇതിൽ പിണറായി സർക്കാരിന് തിരിച്ചടി കൊടുക്കണം, BJP എന്തായാലും അധികാരത്തിൽ വരില്ല എന്നറിയിക്കുന്ന BJP പ്രവർത്തകർ ഒരുപക്ഷെ UDFന് വോട്ടിടാനുള്ള സാഹചര്യങ്ങളും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ചില മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശകലനം ചെയ്യുവാൻ കഴിയും. മാത്രമല്ല BDJസും നയിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെയാണ്. തുഷാർ വെള്ളാപ്പള്ളിയുടെ ചോറ് അവിടെയാണെങ്കിലും കൂറ് LDFനോടൊപ്പമാണ് എന്ന് വ്യക്തമാകുകയാണ്. അതുപോലെ തന്നെ നായർ വോട്ട് വിഭാഗം അവർ ഒരു പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ വേണുഗോപാലോ ഒക്കെയാണ് മുഖ്യമന്ത്രിയാകുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമുദായത്തിൽ നിന്നുള്ള നായർ സമുദായത്തിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന രീതിയിൽ ഒരുപക്ഷെ നായർ സമുദായ അംഗങ്ങളുടെ വോട്ടുകൾ UDFന് അനുകൂലമായി ക്രോഡീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാം. NSS ഒക്കെ LDFനോടൊപ്പം നിൽക്കുന്നു എങ്കിലും സ്വന്തം സമുദായത്തിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി എന്ന ഒരു ലക്ഷ്യം മുൻപിൽ വെച്ച് നായർ സമുദായ വോട്ടുകൾ UDFന് അനുകൂലമായി വികേന്ദ്രീകരിക്കപ്പെടാം എന്ന് തന്നെയാണ് ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല പൂഞ്ഞാറിൽ കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം 3-ാം സ്ഥാനത്ത് മാത്രം എത്താൻ കഴിഞ്ഞ പൂഞ്ഞാറിൽ അവിടെ ഇപ്പോൾ സജി ജേക്കബ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കുറച്ചുകൂടി ആഭിമുഖ്യമുള്ള ഒരു നേതാവാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം LDFന് അനുകൂലമായി ക്രോഡീകരിക്കപ്പെട്ട മുസ്ലിം വോട്ടുകൾ ഇപ്രാവശ്യം അവിടെ UDFന് അനുകൂലമായി ക്രോഡീകരിക്കുകയും അവിടെ നിന്നൊരു പക്ഷേ UDF സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തേക്കാം. മറ്റൊന്ന് 20 സീറ്റുകളിൽ മത്സരിക്കുന്ന 2020യുടെ ഒരു രാഷ്ട്രീയ നിലപാട്, അതുമൂലം അവരുടെ ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടു പോകുകയേക്കാം. പരമ്പരാഗതമായി അവർക്ക് കിട്ടുന്നത് ക്രൈസ്തവ മുസ്ലിം വോട്ടുകളാണ്. മാത്രമല്ല വളരെ സീരിയസ് ആയിട്ട് 2020 ഈ മത്സരത്തെ കാണുന്നില്ല എന്ന ചില ആക്ഷേപങ്ങളുമുണ്ട്. അവരുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് സീരിയൽ താരങ്ങളും ബിഗ് ബോസ് താരങ്ങളും ഒക്കെയാണ്. അവർ കഴിഞ്ഞ പ്രാവശ്യം വിജയത്തോടെ ഏകദേശം അടുത്തെത്തി, അല്ലെങ്കിൽ ഈ പ്രാവശ്യം അവർക്ക് വിജയ സാധ്യതയുള്ള കുന്നത്തുനാട് മണ്ഡലം ഒന്നെടുത്ത് നോക്കിയാൽ അവിടെ ബാബു ദിവാകരനാണ് 2020 സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ പ്രാവശ്യം അദ്ദേഹം ആ മണ്ഡലത്തിനകത്തുള്ള ആളല്ല, അടൂരിലുള്ള ആളാണ്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ 2020 സ്ഥാനാർത്ഥി 41,890 വോട്ടുകൾ നേടിയിരുന്നു. BJP സ്ഥാനാർത്ഥി 7,056 വോട്ടുകൾ നേടിയിരുന്നു. ഈ 2 വോട്ടുകളും കൂടി ഒരുപക്ഷെ 2026 യോജിച്ചാൽ അവിടെ ഒരു വിജയസാധ്യത 2020 NDA മുന്നണിക്കുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്ന നിഗമനം തന്നെയാണ് നടത്തപ്പെടുന്നത്. കാരണം 2020ക്ക് സാധ്യതയുള്ള ആ മണ്ഡലത്തിൽ ഏകദേശം 30,000-ൽ-പരം മുസ്ലിം വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ നേരത്തെ 2020ക്ക് ലഭിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ അവർ NDA മുന്നണി BJP ആയതുകൊണ്ട് അങ്ങനെ ലഭിക്കില്ല. മാത്രമല്ല ആ സമുദായത്തിലുള്ള ഒരുപാട് ആളുകൾ 2020യുടെ ജനപ്രതിനിധികൾ രാജിവെച്ച് കോൺഗ്രസിലൊക്കെ ചേർന്നിരുന്നു. മാത്രമല്ല ക്രൈസ്തവ സമുദായവും 2020ക്കൊപ്പം ചേർന്ന് NDAക്ക് വോട്ടിടുവാൻ വൈമനസ്യം പ്രകടിപ്പിക്കുന്നു എന്നാണ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ ചിത്രം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു പോയ സീറ്റുകൾ ഉൾപ്പെടെ ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ
ഏകദേശം മുഴുവനായും തന്നെ സീറ്റുകൾ വിജയിക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. നമ്മുടെ ഒരു വിശകലനത്തിൽ വരുന്നത് കോൺഗ്രസ് ഏകദേശം 80-90 സീറ്റുകളുടെ അടുത്ത് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. ജയ് ഹിന്ദ്.